أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 189 വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിങ്ങളുടെ ധനം നിങ്ങൾ അന്യായമായി പരസ്പരം അപഹരിച്ച് ഭക്ഷിക്കരുത്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ധനത്തിൽ ഒരു ഭാഗം കുറ്റകരമാം വിധം കരസ്ഥമാക്കി ഭക്ഷിക്കുന്നതിന് അതുമായി ഭരണാധികാരികളെ സമീപിക്കുകയും അരുത്. ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സാധാരണഗതിയിൽ മനുഷ്യൻ സ്വന്തം സമ്പത്ത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ലാ തഅകുലു അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ തിന്നരുത് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അന്യായമായ മാർഗങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം മറ്റുള്ളവരുടെ സമ്പത്ത് കവർന്നെടുക്കരുത് എന്നാണ്. ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് പല രീതിയിൽ കൈക്കലാക്കാറുണ്ട്. ഒന്ന്, കള്ളം പറഞ്ഞുകൊണ്ട്; രണ്ട്, അവിഹിതമായ മാർഗങ്ങളിലൂടെ പിടിച്ചു പറിച്ചുകൊണ്ട്; മൂന്ന്, പലിശയിലൂടെ; നാല്, കൈക്കൂലി വാങ്ങി. ഇവയെല്ലാം തന്നെ ബാത്തിലാണ്, അതായത് അന്യായമായ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാം. ഈ ഒരു ഭാഗം, അതായത് ഈ വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാം എന്ന ഭാഗം വ്യക്തമാക്കുന്നത് പരസ്പരം സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നത് നിഷിദ്ധമായതുപോലെ തന്നെ മറ്റൊരാളുടെ അവകാശം തട്ടിയെടുക്കാൻ വേണ്ടി ഭരണാധികാരികൾക്കോ ഉദ്യോഗസ്ഥർക്കോ പണത്തിൻ്റെ പ്രലോഭനം നൽകുന്നതും, അതായത് കൈക്കൂലി നൽകുന്നതും പാടില്ല എന്നാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്നതിനെ ഈ വചനം വിലക്കുകയും അത് ഹറാമും അവിഹിതവുമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ആയത്തിൻ്റെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം പാപത്തിലൂടെ കൈക്കലാക്കാൻ വേണ്ടി നിങ്ങളുടെ കേസുകളുമായി ഭരണാധികാരികളെ സമീപിക്കരുത്. അതായത് മറ്റുള്ളവർക്കെതിരെ കള്ളക്കേസുകൾ നൽകരുത്. ഒരു വിധികർത്താവ് നീതി പാലിക്കാതെ മറ്റൊരാളുടെ അവകാശം നിങ്ങൾക്ക് വിട്ടുതന്നാൽ അത് നിങ്ങൾക്ക് അനുവദനീയമാകുമെന്ന് കരുതരുത്. കാരണം ലൗകിക കോടതികൾക്ക് മുകളിൽ ഒരു ആകാശീയ കോടതിയുമുണ്ട്. ദൈവനിയമപ്രകാരം ഒരു കാര്യം അവിഹിതമാണെങ്കിൽ ലോകത്തെ ഏതൊരു കോടതി അത് അനുവദനീയമാണെന്ന് വിധിച്ചാലും അത് അവിഹിതവും ഹറാമുമായി തന്നെ തുടരും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: ഒരാൾക്ക് തൻ്റെ സഹോദരൻ്റെ അവകാശത്തിൽപ്പെട്ട വല്ലതും, അതായത് തെറ്റായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിച്ചു നൽകിയാൽ അവനത് സ്വീകരിക്കരുത്. കാരണം അവന് വേണ്ടി നരകാഗ്നിയുടെ ഒരു കഷ്ണമാണ് ഞാൻ മുറിച്ചു നൽകുന്നത്. ഇത് ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. അതുപോലെ ബുഖാരിയിലും മുസ്ലിമിലും ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അതിപ്രകാരമാണ്: ഒരിക്കൽ തൻ്റെ വീട്ടുവാതിൽക്കൽ തർക്കം നടക്കുന്നത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് വരികയും ആളുകളോട് ഇപ്രകാരം പറയുകയും ചെയ്തു: നോക്കൂ, ഞാനും ഒരു മനുഷ്യനാണ്. എൻ്റെ അടുക്കൽ വ്യവഹാരങ്ങളുമായി ആളുകൾ വരാറുണ്ട്. നിങ്ങളിൽ ഒരാൾ മറ്റൊരാളേക്കാൾ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനായേക്കാം. അവൻ്റെ സംസാരം കേട്ട് അവൻ പറയുന്നത് സത്യമാണെന്ന് കരുതി ഞാൻ അയാൾക്ക് അനുകൂലമായി വിധിച്ചേക്കാം. അങ്ങനെ വല്ലവനും ഒരു മുസ്ലിമിൻ്റെ അവകാശത്തിൽപ്പെട്ടത് ഞാൻ വിധിച്ചു നൽകിയാൽ അത് നരകത്തിൻ്റെ ഒരു കഷ്ണമാണെന്ന് അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആ കഷ്ണം വേണമോ വേണ്ടയോ എന്ന് അവന് തീരുമാനിക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്.